ഇങ്ങടുത്തെ നല്ല മുരിഞ്ഞ ദോശ. ചമ്മന്തി ആയിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം നീ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു. നല്ല ദോശ. കുറച്ചുകൂടെ മരിക്കണോ? ഒരിച്ചിനും കൂടെ. അതെ, അമ്മ ഇല്ലാത്തോണ്ട് മാമിക്ക് ഭയങ്കര പണിയായില്ലേ? ഓ, ഒക്കെ വല്ല പണിയാണോ? ഇപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടതല്ലേ. പിന്നെ ഒരു തരത്തിൽ ഇതെന്റെ സ്വന്തം വീടാണല്ലോ. ആ ശരി. അത് മാമി, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്താ? ഈ സ്ത്രീകൾ മാത്രമേ അടുക്കളയിൽ കയറി പണിയെടുക്കാവുന്ന വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. പാചകം ഇഷ്ടമുള്ള ആർക്കും എപ്പ വേണമെങ്കിലും, അതിപ്പോ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, ആർക്ക് വേണേലും കയറി ചെയ്യാം. പിന്നെ കാശുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഹോട്ടലിൽ പോയി വാങ്ങിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ വരുത്താം. പക്ഷെ എനിക്ക് ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ല. ഇഷ്ടല്ലേ? എനിക്ക് ഹോട്ടൽ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്തൊക്കെയാ ഇഷ്ടം? ഷവർമ, കുഴിമന്തി, ഗ്രിൽഡ് ചിക്കൻ, ചിക്കൻ ഫ്രൈ. പറയുമ്പോ തന്നെ എന്റെ നാവിന്ന് വെള്ളം വരണം. ആണോ? എന്നാ പിന്നെ നിനക്ക് 4 വെള്ളം വരുന്ന വേറൊരു ഡിഷ് ഞാൻ പറഞ്ഞു തരട്ടെ. എന്തോന്ന്? നല്ലൊരു പാത്രം എടുക്കാം, നല്ല തണുത്ത പഴങ്കഞ്ഞി അതിനകത്തോട്ട് ഒഴിക്കാം, ഇച്ചിരി തൈര്, ഒരു കാന്താരി മുളക്, ഇച്ചിരി ചെറിയുള്ളി, ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഞെവടുക. ഇച്ചിരി ഉപ്പുമാങ്ങയും ഇച്ചിരി ചമ്മന്തിയും പയറും, പിന്നെ ഒരു 2 ദിവസം മുമ്പ് വറ്റിച്ചെടുത്ത മീൻ കറിയാണെങ്കിൽ അതും കൂടെ ഇടുക, ഇച്ചിരി ഉണക്ക ചമ്മന്തി ഇടുക, ഇച്ചിരി ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, ഇത്തിരി റോസ്റ്റ് ചെയ്തു, ഇതും കൂടെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എന്റെ മോളെ. മാമി പറഞ്ഞു കൊതിപ്പിക്കൽ. ഇതൊക്കെ എവിടെ കിട്ടും? ഇതൊക്കെ ഒരു ഹോട്ടലിലും കിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഉണ്ടാക്കി തരാം കേട്ടോ. അതെ, ഞാനും പാചകം പഠിക്കാൻ പോണം. നല്ല കാര്യം. ഈ പാചകം പഠിക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഭക്ഷണം ആസ്വദിക്കുന്ന എല്ലാവരുടെ മനസ്സിൽ നല്ലൊരു പാചകക്കാരനും പാചകക്കാരിയും ഉണ്ടാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ്? ഞാൻ ഈ പാചകമൊക്കെ പഠിച്ചിട്ട് കിട്ടില്ല കൈപ്പുണ്യമുള്ള ഒരു പാചകക്കാരിയോ, എന്നിട്ട് ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങും. എന്റെ ഹോട്ടലില് വിശന്ന് വരുന്ന ആരും ഭക്ഷണം കിട്ടാതെ പുറത്തു പോകില്ല. അടിപൊളി. അപ്പൊ നന്മയുള്ള മനസ്സാണ് നിന്റെതല്ലേ? പിന്നെ ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ആർക്ക് വേണമെങ്കിലും നല്ല ആസ്വദിച്ച് പാകത്തിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൈപ്പുണ്യം ഉറപ്പാ. ഒരു ദോശ കൂടെ തരട്ടെ? എടുത്തോ, നല്ല ദോശ. മുഴുവനും കഴിക്കണം കേട്ടോ. അച്ഛനോടൊപ്പുണ്ടാച്ചാ? അല്ല, ഞാനിതുവഴി പോയപ്പോ നിങ്ങളുടെ സംസാരം കേട്ടു. നല്ല രസകരമായിട്ടുള്ള സംസാരം. അല്ല, ശ്രീകുട്ടി പറഞ്ഞതും വളരെ ശരിയാണല്ലോ. അല്ല, രവിയേട്ടന് ചായ എന്തെങ്കിലും വേണോ? ചായ വേണ്ട വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞപ്പോഴേ കല്യാണം ഒന്നും ആയില്ല എന്നാണല്ലോ. എന്ത് പറ്റി? വീട്ടുകാരൊന്നും ആലോചിക്കുന്നില്ലയോ? ഓ, അതൊക്കെ വിട്ടുകളാ ചേട്ടാ. അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളും. അല്ല, ശ്രീകുട്ടിക്ക് ഇപ്പൊ എന്തോ ഒരു കുറവ്? നല്ല വിദ്യാഭ്യാസം, ഇപ്പോഴാണെങ്കിൽ നല്ല ജോലിയുണ്ട്, പിന്നെ കാണാനും നല്ല അഴകുണ്ട്, പിന്നെന്താ? അതൊക്കെ ശരിയാ, അതൊക്കെ നടക്കുന്ന സമയത്ത് നടന്നോളും. ഞാൻ അതിനെ കുറിച്ചൊന്നും ബോധേഡല്ല. ശരി, മോള് കഴിക്കും. ശരി. എങ്ങനെയുണ്ട്? ഇല്ല, ഇത് ഞാൻ നിനക്ക് തോറ്റ് തന്നതാ. ആര്? ഞാന്. എന്റെ പൊന്നണ്ണ, ഇതാണ്ടാ തോറ്റത്? അല്ലല്ല, ഒരിക്കലും അല്ലടാ. എടാ, യഥാർത്ഥ കളരി ഗുരുക്കന്മാരെ അവർക്ക് അറിയാവുന്ന കളരി മുറകളിലെ അതൊരിക്കലും ജയിക്കാൻ വേണ്ടി പുറത്തെടുക്കത്തില്ല. അത് ഞങ്ങളുടെ ഒരു തത്വമാണ്. അത് ഞാൻ സമ്മതിച്ച്. പക്ഷെ അണ്ണ ഇത് തോറ്റ്. വേണമെങ്കിൽ എന്റെ സമാധാനത്തിന് അങ്ങനെ അളിയനും കുഞ്ഞളിയനും കൂടെ എന്താണ് ഒരു തർക്കം? അണ്ണൻ പറയണ. അല്ല മണിക്കുട്ടാ, ഈ ശ്രീകുട്ടിയെ പറ്റി എന്താ പൊതുവെ അഭിപ്രായം മണിക്കുട്ടന്റെ? നമ്മുടെ ശ്രീകുട്ടിയെ പറ്റി എന്താ അഭിപ്രായം? പൊക്കി പൊക്കി പൊക്കി. ഞാൻ പോയിട്ട് വരാം. അതെ, ശ്രീകുട്ടിയെ കുറച്ച് ദിവസമായുള്ളൂ നമ്മുടെ വീട്ടിൽ വന്നിട്ട്. പക്ഷെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. എനിക്കും പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര കാര്യമാണ്. അതിപ്പോ നമുക്ക് കാര്യമാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവളുടെ കല്യാണത്തെ പറ്റി ഒന്ന് ആലോചിക്കാം. ശ്രീകുട്ടി ചേച്ചി വല്ലതും പറഞ്ഞു? ശ്രീകുട്ടിയൊന്നും പറഞ്ഞില്ല.
എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. അല്ല, അളിയൻ അതെങ്ങനെ മനസ്സിലായി? അതെ, ശ്രീകുട്ടി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്താന്ന് വെച്ചാലേ, ഈ ശ്രീകുട്ടിയുടെ ലൈഫിൽ പണ്ടൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. കറക്റ്റ് ആണ്. എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ആഴ്ചക്കാലം മൊത്തം ജീവിക്കണോ? വേണോ? സത്യം പറഞ്ഞ എനിക്ക് നമ്മുടെ ചിന്നുവിന്റെ കാര്യമാണ് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ കല്യാണത്തെ പറ്റി ഒന്ന് ആലോചിക്കണം. അണ്ണ എന്താ പറയണ? എനിക്ക് മനസ്സിലാവുന്നു. എടാ, ശ്രീകുട്ടിക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവില്ല. നല്ല ജോലിയില്ലേ, കാണാനും കൊള്ളാം, അധികം പ്രായമൊന്നും ആയിട്ടില്ല. എന്റെ ബാങ്കിൽ ഒരു ചെറുക്കനുണ്ട്, രതീഷ്. അതൊന്നും ശരിയാകത്തില്ല, അതൊന്നും ശരിയാകത്തില്ല. അതൊട്ടും ശരിയാകത്തില്ല. നല്ല കുടുംബക്കാരനാണെന്ന്. അല്ലല്ല അല്ല, അണ്ണൻ പറ, നല്ല കുടുംബമാണ്. അവൻ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ബാങ്കിൽ ജോലിയുണ്ട്. അണ്ണ ബാക്കി പറ, കുടുംബം കൊള്ളാമോ? പിന്നെ നടത്തണ്ണ. പിന്നെ അല്ലാതെ എന്ത് അണ്ണനെന്താ? ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കൊക്കിനി ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. മണിക്കൊണ്ടാണ് ചുമ്മാ അണ്ണൻ സമ്മതിക്കണ്ട, ശ്രീകുട്ടി ചേച്ചി സമ്മതിക്കും. ശ്രീകുട്ടി ഒട്ടും സമ്മതിക്കത്തില്ല. അയ്യോ, നല്ല ബന്ധം, നല്ല കേസാകുമ്പോ ശ്രീകുട്ടി. ഞാൻ ഒരു കാര്യം പറയണ, പണ്ടങ്ങാണ്ട് അവരൊരു പേങ്ങനെ പ്രേമിച്ചെന്ന് പറഞ്ഞ് അവൻ പറ്റിച്ചോട്ട് പോയി. ഇന്നും പറഞ്ഞ് ആയുഷ്കാലം മൊത്തം കിട്ടാൻ നിൽക്കാൻ പറ്റുമോ? ചേച്ചി സമ്മതിക്കും, ഇത് നല്ല ബന്ധം. അന്വേഷിച്ചിരണം. പിന്നല്ലാതെ അണ്ണനെ അറിയാവുന്ന ആളെ അല്ലേ? പിന്നെ എന്റെ കൂടെ ജോലി നാളെ രതീഷ്. അളിയാ, അളിയന്റെ കാര്യം നോക്കി ജോലിക്ക് പോയിട്ട് ബാങ്കിൽ നിന്ന് തിരിച്ചു വരണം. അല്ലാതെ അവിടെ ജീവനക്കാരുടെ കല്യാണം ആലോചിക്കാനും ബ്രോക്കർ പണിക്കൊന്നും അല്ല അളിയൻ പോകുന്നത്. അയ്യേ, ഇത് ബ്രോക്കർ പണിയല്ല. അവൻ പറഞ്ഞല്ലേ ശരി, ബ്രോക്കർ പണിയൊന്നുമല്ല, കൂടെ ജോലി ചെയ്യുന്ന ആള്. പിന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടി. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ബന്ധുക്കളൊന്നും അല്ലല്ലോ, വാടകയ്ക്ക് താമസിക്കുന്ന. വാടക വാങ്ങിച്ചിട്ട് അവരെ വീട്ടിൽ വിട്ടേക്കണം. എന്നാൽ കല്യാണം നടത്തി. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ അങ്ങനെ നമ്മുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടിയെ പോലെ അല്ലേ? ഞാൻ സമ്മതിക്കത്തില്ല. എന്തായാലും അളിയൻ എന്താ പറഞ്ഞാലും അണ്ണ സമ്മതിക്കാം. അണ്ണൻ അതിനെ പറ്റി നേരെ ഞാൻ എന്തായാലും ഇപ്പൊ രതീഷിനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. സംസാരിക്കാം. എന്നിട്ട് വേണം നമുക്ക് മണിക്കുട്ടിയായിട്ട് ആലോചിച്ച് ശ്രീകുട്ടി എടുത്ത് പറയാം. ഏതൊക്കെ കുട്ടിയുടെ നിങ്ങൾ ആദ്യം മറ്റേ രതീഷിനടുത്ത് സംസാരിക്കും. പറയാം. അത് തന്നെ. എന്തായാലും ഞാൻ വിളിക്കാൻ തീരുമാനിച്ചു. പിന്നെ അണ്ണൻ സമയം എനിക്ക് എന്റെ മോളെ പോലെയാണ് രതീഷ് അല്ലേ? അണ്ണ രതീഷ്. അണ്ണ അടിക്കാൻ വരല്ലേ? അണ്ണ ഞാൻ അളിയന്റെ കൂടെ കൂടി ശ്രീകുട്ടിക്ക് വേറെ കല്യാണം ഉണ്ടാക്കി. അല്ല, ഞാൻ പറയട്ടെ, അണ്ണ ഈ പേടി മാറ്റി അണ്ണ അച്ഛന്റെ അടുത്ത് പറഞ്ഞ് ഈ കല്യാണം നടന്ന് ഒരിക്കലും നടക്കൂല. ആ ചേച്ചിക്ക് രക്ഷപ്പെട്ട് പോട്ട്. കുളങ്കലക്ക് രാമ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ ഒരു പുഴുങ്ങൽ. അളിയനും എന്താ വേണം? അളിയൻ 2 പെമ്പിള്ളാരുണ്ടല്ലോ, അവരുടെ കല്യാണക്കാരെ നോക്കണം. അത് വാടക താമസിക്കുമ്പോൾ പെണ്ണിന്റെ കല്യാണക്കാരിയെ നോക്കുന്നു. എന്റെ കൊക്കരി ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. പറഞ്ഞില്ല. ഒരു മിനിറ്റ്, സാറ് വിളിക്കുന്നേ. ഹലോ, സർ. എടി റിങ്കി, നിനക്കേ ആരെങ്കിലും വീട്ടിൽ വരുമ്പോ എന്നെ ഉച്ചിരി കൊച്ചാക്കല് നിനക്ക്
കൂടി വരികയാണേ. അല്ലെങ്കിൽ നീ കൊച്ചല്ലേ? ആ കൊച്ചല്ലേ. ഇവിടെ നിന്റെ താര് പറഞ്ഞേ എനിക്ക് 4 പെണ്ണിൽ കെട്ടാറുണ്ടെന്ന്. ആ കെട്ട അറിഞ്ഞൂടാ. നിനക്ക് ഞാൻ ഇന്നാൾ കെട്ടി തന്നത് ഓക്കെ, ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് അങ്ങനെ. അയ്യോ നാട്ടാരെ, എന്ത് അപ്പൊ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഞാൻ രതീഷിനെ പിന്നെ അങ്ങോട്ട് ഒന്ന് വിളിക്കാം. ഓക്കെ ശരി. എടാ രാമ, ഞാൻ രതീഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഏത് രതീഷ്? എടാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ബാങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന രതീഷ്. രതീഷ് ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഒന്നും നോക്കണ്ട. നോക്കണ്ട എന്ന് വെച്ചാ സാറ് കൊണ്ടുവന്ന കേസല്ലേ, എനിക്ക് ഉറപ്പുണ്ട് നല്ല കാര്യമായിരിക്കും, മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. മുന്നോട്ട് പോകുന്നവൻ അവൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ബാങ്കിൽ മാനേജറായിട്ടൊരു മാന്യമായ ജോലിയില്ലേ, ആ ജോലിയും ചെയ്ത് വീട്ടുകാരെയോ നോക്കി ഭാര്യയും പിള്ളേരെയൊക്കെ നോക്കി കഴിഞ്ഞാ പറയായോ? എന്തിനാ ഇത്രയും പണിക്ക് നടക്കുന്നത്? ഇത് കല്യാണം നടത്തിക്കലാണോ അളിയന്റെ പണി? ആണോ? പറ. കല്യാണക്കാരിയോ? അപ്പൊ അച്ഛന് വീണ്ടും തുടങ്ങിയാ? ഞാൻ പറഞ്ഞല്ലേ നീ കല്യാണം ഇപ്പൊ വേണ്ടാന്ന്. പോളിവിടെ തന്നെ നിന്റെ കല്യാണം ഒന്നല്ല. അവളല്ലേ പിന്നെ എന്റെയാ. പക്ഷെ എനിക്ക് അതിനുള്ള പ്രായമായില്ല. നിങ്ങൾ ഇത് എന്തോന്നൊക്കെ പറയണേ. അത് മാത്രല്ല ഈ രതീഷ് എന്ന പേര് എനിക്ക് ഒട്ടും മാച്ച് അല്ല. പിങ്കി രതീഷ്. നിന്നെ പിടിച്ച് ഇപ്പൊ അങ്ങ് ഞാൻ കെട്ടിക്കാം. നിങ്ങളുടെ കാര്യമൊന്നും അല്ലെന്ന്. പിന്നെ ആരുടെ മക്കളെ, നമ്മുടെ ഇവിടെ ശ്രീകുട്ടി, ശ്രീകുട്ടിക്ക് ഒരു കല്യാണം. അത് നല്ല കാര്യല്ലേ? പിന്നെ അങ്ങനെ നല്ല കാര്യമല്ല മക്കളെ. അതായത് മാമൻ പറഞ്ഞുതരാം. അതായത് എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ട് എവിടെയോ കിടക്കുന്ന ഒരു പുരുഷനെ എവിടെയോ കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാലേ അവരുടെ വൈവാഹിക ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഈ കെട്ടിച്ചു കൊടുത്തവന്മാര് സമാധാനം പറയും, അളിയൻ സമാധാനം പറയേണ്ടി വരും. അത് മാമൻ പറഞ്ഞ നേരാണ്. കണ്ടോ കണ്ടോ, കൊച്ചിന് മനസ്സിലായി, കൊച്ചിന് മനസ്സിലായി. അതങ്ങനല്ല, അങ്ങനെയാണ്. മക്കളെ അഭിപ്രായം. എന്റെ അഭിപ്രായം ഞാൻ പറയാം. അതായത് മാമ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് മാമ, പറഞ്ഞു. നമ്മുടെ ശ്രീകുട്ടി ചേച്ചിക്ക് ഒരു അഫെയർ ഉണ്ടാവുകയും ആ അഫെയർ ഉണ്ടായിരുന്ന ആൾക്ക് ശ്രീകുട്ടി ചേച്ചിയെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കല്യാണാലോചന നടക്കുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. അതാണ് പങ്കൻ. ശരിയല്ലേ? അണ്ണാ ഞാൻ ഒരു കാര്യം പറഞ്ഞ അണ്ണൻ ധൈര്യമായിട്ട് മുമ്പോട്ടേക്കോ. അണ്ണന്റെ കൂടെ ഞാൻ ഉണ്ട്. അല്ല, ആ ഒരു കാര്യത്തില് എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. എന്തായാലും സംഭവം നല്ല കേസ് തന്നെയാണ്. പിന്നല്ല, മുന്നോട്ട് പോണം. മുന്നോട്ട് പോണം. മുന്നോട്ട് പോകണം. അണ്ണ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണം. അണ്ണൻ എന്താണ് ഇത്ര കുഴപ്പം? അത് നമുക്ക് ഇത്രയും അറിയാവുന്ന ശ്രീകുട്ടി ചേച്ചിക്ക്. അതെ, നിനക്ക് കാരണം അറിയണമല്ലേ? ആ ചെവിയും കൊണ്ടോ? ചെവി വന്ദേ മാതരം പറഞ്ഞെന്തോ? അല്ല, അണ്ണൻ പറഞ്ഞോണ്ട് ചെയ്തോ. അളിയൻ എന്തുവാന്ന് വെച്ചാ ചെയ്തു, എന്തു വേണേലും ചെയ്തു. പക്ഷേ ശ്രീകുട്ടിയുടെ സമ്മതമില്ലാതെ അവിടെ കല്യാണം നടത്താൻ ശ്രമിച്ചാല് ഞാനിവിടെ രക്തപ്പുഴ ഒഴുക്കും. അല്ല, ഞാൻ അതിനകത്ത് സാധിക്കത്തില്ല. അത് നേരെ. ശ്രീകുട്ടി ആന്റിയോട് ചോദിച്ചിട്ടെല്ലാം ചെയ്താ മതി. പിന്നെ അവർക്ക് ഇഷ്ടമാണോ ഇല്ലേന്ന് അറിയണ്ടേ? അത് ചോദിക്കും. ശ്രീകുട്ടി ചേച്ചി സമ്മതിക്കും. പിന്നെ അതെ, ഞാൻ പറയാലോ, ഇത് ഞാനേ ശ്രീകുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. ആദ്യമൊക്കെ എതിർപ്പ് പറയും. പക്ഷെ ഒരു സഹോദരന്റെ, ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോ ഉറപ്പായിട്ട് സമ്മതിക്കും. അണ്ണൻ നിർബന്ധിക്കണം. സമ്മതിക്കുമെന്ന്. 100 കണക്കിന് മുട്ട പപ്സ് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തിന്നല്ല. പാല് മാറിയില്ലേ? അണ്ണ നിർബന്ധിച്ച് ചെയ്യണം. അണ്ണ അതിനിടയ്ക്ക് പപ്സ് വേണം അവൾക്ക്. ഞാൻ എന്തായാലും ശ്രീകുട്ടിയോട് സംസാരിക്കും. സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നല്ലൊരു കാര്യം നടക്കട്ടെ. ശരി ശരി. അണ്ണ എന്തിനാണ് എന്നെ തുറച്ചു നോക്കണത്? ആ ശരി സർ. ഇല്ല, അത് ഞാൻ PC 142 അയച്ചിട്ടുണ്ട്. അതെ സർ. ആ സർ. അതെ, ഒരു മിനിറ്റ് DYSP സാർ. ആ സർ, അത്യാവശ്യ കാര്യമാണ്.
ഇല്ല, അത് സൂം മീറ്റിൽ ഞാൻ അനൗൺസ് ചെയ്തോളാം സാർ. ഇത് ഫയൽ ഇന്ന് തന്നെ ശരിയാക്കിക്കോളാം സാർ. ഞാൻ പറഞ്ഞിട്ടാ പോയിക്കോ. ശരി സാർ. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. എന്താണ് അതുകൊണ്ടാ വരുന്നു കല്യാണ ബ്രോക്കർ. ഞാൻ അവനെ കൊല്ലും. കല്യാണം ബ്രോ? അണ്ണ ശ്രീകുട്ടി, ആ എന്തായിട്ടാ? ശ്രീകുട്ടി തിരക്കിലാണോ? ഞാനേ ഓഫീസിൽ നിന്ന് കോള് വന്നതായിരുന്നു. ഡ്യൂട്ടി ഇല്ലെങ്കിലും ഓൺ ഡ്യൂട്ടി പോലെയാണല്ലോ. അതെ അതെ, നിങ്ങൾ പോലീസുകാർക്ക് അങ്ങനെയാണല്ലോ, അതെ. നിങ്ങളല്ലേ നാട് കാക്കുന്നത്. ഞാനേ ഉം. ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത്. എന്താ ചേട്ടാ? സത്യത്തിൽ ഞാൻ എൻ്റെ ചിന്നുവിനെ, അതായത് എൻ്റെ പെങ്ങള് ചിന്നുവിനെ കാണുന്ന പോലെയാണ് ശ്രീകുട്ടിയെ കാണുന്നത്. അല്ലാത്ത രൂപത്തിൽ കണ്ടിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നടാ. അതെനിക്ക് അറിയാവുന്ന കാര്യല്ലേ. അപ്പോ ഞാൻ പറയുന്ന കാര്യം ഇങ്ങോട്ട് എതിർത്തൊന്നും പറയരുത്. എന്താ കാര്യം? എന്താ കാര്യം എന്ന് പറഞ്ഞാലേ, ശ്രീകുട്ടി ഒരു കല്യാണം കഴിക്കണം. അതെന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ, ഓരോരുത്തരുടെ ലൈഫിലും ചില പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലത് ശരിയാവും, ചിലത് ശരിയാവൂല. അത് സ്വാഭാവികം. നിനക്കെന്താണോ നഷ്ടം? അപ്പൊ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ലൈഫ് കളയുന്നത് ശരിയല്ല. അല്ല, പെട്ടെന്ന് ഒരാളെ മനസ്സിൽ നിർത്തങ്ങ് കളയാൻ പറ്റുമോ? ശ്രീകുട്ടി, ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഓഫീസിലൊരു പയ്യനുണ്ട്, നല്ല കുടുംബം, നല്ല പയ്യനാ. അതെ, ഇതല്ലാണ്ട് ചേട്ടൻ എന്നോട് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു കുടുംബമൊക്കെ ആയി നല്ലൊരു ഭർത്താവ് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ പഴയ കാര്യമൊക്കെ അത് മറക്കും. അതൊക്കെ ശരിയാണ് ചേട്ടാ, പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. വേണ്ട, എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ വന്ന് പറഞ്ഞപ്പോ അന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. സാവകാശം ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്താൽ മതി. വേറൊന്നും പറയാനില്ലല്ലോ. അല്ല, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കുക. ഞങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴേ സാവകാശം ആലോചിക്കും. ശരി. മണിക്കൂട്ട അവള് കല്യാണത്തിന് സമ്മതിച്ചില്ലല്ലേ? അതെ, ഇപ്പൊ സമ്മതിച്ചില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സമ്മതിക്കും. നല്ല കാര്യമല്ലേ, സമ്മതിക്കും. അളിയനെ, ഈ കല്യാണം നടത്തിക്കൊടുത്താൽ എത്ര രൂപ ബ്രോക്കർ കമ്മീഷൻ കിട്ടും? കമ്മീഷനോ? നമ്മുടെ വീട്ടിലുള്ള കുട്ടിയല്ലേ, നമ്മൾ നടത്തണ്ടേ? നമ്മുടെ ചിന്നുനെ പോയ കാണണം. എന്റെ അളിയ, അവള് കല്യാണത്തിനൊന്നും സമ്മതിക്കത്തില്ല. അവള് എന്റെ പെണ്ണാ. അല്ല, അവള് നല്ല പെണ്ണാന്ന്. നല്ല പെണ്ണ, അപ്പം സമ്മതിക്കണമല്ലോ. വാ വാ. അല്ല, ഞാനേ ശ്രീകുട്ടിയായിട്ട് സംസാരിച്ചു. എന്തോ പറഞ്ഞാ? ശ്രീകുട്ടി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറഞ്ഞു സാവകാശം ആലോചിച്ചൊരു നല്ല തീരുമാനം എടുക്കാൻ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് രാമ, ശ്രീകുട്ടി സമ്മതിക്കും. അപ്പൊ നമുക്ക് ഉടനെ ഒരു കല്യാണം. പിന്നെ അതെ അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഡിസൈനർ ലെഹങ്ക മതിയേ. ഒക്കെ വാങ്ങിച്ചരാം, അച്ഛൻ വാങ്ങിച്ചരാം. രവിയേട്ടാ, ശ്രീകുട്ടി, ഞാനേ നന്നായിട്ട് ആലോചിച്ചു. ഇത്ര പെട്ടെന്നോ? രവിയേട്ടൻ പറഞ്ഞാ ശരിയാ. വെറുതെ നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എന്തിനാ എന്റെ ജീവിതം നശിപ്പിക്കുന്നത്? കണ്ട, ഞാൻ പറഞ്ഞില്ലേ ശ്രീകുട്ടി സമ്മതിക്കുന്നു. അപ്പം ഓക്കെ ആണെന്നാ? ഞാനേ അങ്ങനെയാണെങ്കിൽ ആ രതീഷിനെ വിളിച്ചിട്ട് നല്ലൊരു ദിവസം നോക്കിക്കൊണ്ട് വരാൻ പറയാം, ശ്രീകുട്ടി ഒന്ന് കാണാൻ. വരട്ടെ, പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. മണിക്കുട്ടാ, മണിക്കുട്ടാ, മണിക്കുട്ടാ. കുഴപ്പമില്ല. ഇത് സന്തോഷത്തിന്റെ തലയിറക്കമാണ്. എന്നല്ലേ ഞാനേ ഒരു ഫോൺ എടുക്കട്ടെ, ഞാൻ രതീഷിനെ വിളിച്ച് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ച് വരാൻ വേണ്ട. എന്റെ ഫോണിലുണ്ടല്ലോ. ഇവിടെ ഒരുത്തൻ, അതും സ്വന്തം അളിയൻ, എഞ്ചുവേനെ എടുത്ത് ചാവാൻ കിടക്കുമ്പോൾ അളിയനെ രതീഷിനെ വിളിച്ച് സംസാരിക്കണമല്ലയോ? എന്റെ പൊന്നളിയാ, ഈ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കണം. ഇല്ലെങ്കിലേ
അളിയനെ പോലെ നിൽക്കും കെട്ടാതെ. ഞാൻ എന്തായാലും രതീഷിനെ വിളിച്ച് പെട്ടെന്ന് ഒരു ദിവസം തന്നെ വരാൻ നോക്കാം. നല്ല കാര്യല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ?